2 കണ്ടെയ്നറുകൾ സമുദ്രത്തിലൂടെ ഒഴുകി വരുന്ന കാഴ്ച കണ്ടാണ് നമ്മൾ ഇവിടെ എത്തിയത്. ഇത് പള്ളിത്തുറയാണ്. ഈ പള്ളിത്തുറയിലെ തീരമൊന്നാകെ നമുക്ക് കാണാം ഒരുതരം ക്രിസ്റ്റലുകൾ നിറയെ നിക്ഷിപ്തമായി കിടക്കുന്നത്. തീരമൊന്നാകെ അതുണ്ട്. അത് ഏതെങ്കിലും രീതിയിൽ മനുഷ്യന് ഹാനികരമായ വസ്തുവാണോ, അതൊക്കെ ഇനി തുടർന്ന് വിശകലനം ചെയ്ത് മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ്. ആ കണ്ടെയ്നർ ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്, നമുക്ക് കാണാം. അത് ഇപ്പോൾ ഇവിടെ അതിശക്തമായ മഴയും കാറ്റുമാണ്. അതാണ് നമ്മളൊരു ഓരം ചേർന്ന് നിൽക്കുന്നത്. അതിങ്ങനെ ഒഴുകി മറിഞ്ഞ് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ നോക്കി നിൽക്കുമ്പോൾ തന്നെ അത് ഒഴുകി മറിഞ്ഞ് പോകുന്നതാണ്. നമ്മൾ വലിയവേളി കടപ്പുറത്താണ്. ഇവിടെ വലിയവേളി ചർച്ച് ഈ ഭാഗത്ത് കാണാം. ശരിക്കും കടൽ പ്രക്ഷുബ്ധമാണ് ഈ ഭാഗങ്ങളിലൊക്കെ. ഇവിടെ കൊച്ചിയിൽ മുങ്ങിപ്പോയ കപ്പലിൻ്റെ ഏതാനും ഭാഗങ്ങൾ വന്നടിഞ്ഞോ എന്ന് നോക്കാൻ വേണ്ടി നമ്മൾ വന്നതാണ്. അത്ര ദൂരം എത്തിയിട്ടില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. വർക്കല വരെയുള്ള ഭാഗത്താണ് അതിൻ്റെ തെർമാക്കോൾ പോലുള്ള അവശിഷ്ടങ്ങളൊക്കെ വന്നതെന്നറിയുന്നു. ഇവിടെ ഉണ്ട് കേട്ടോ. ഇവിടെ ഉപ്പ് പരല് പോലെ എന്തോ ഒരു സംഗതി ഇവിടെയൊക്കെ വന്നിട്ടുണ്ട് എന്ന് തോന്നുന്നു. ഇവിടെ ഉപ്പ് പോലെ കാണുന്ന എന്തോ ഒന്ന്. ഇതായിരിക്കണം പ്ലാസ്റ്റിക് മാനുഫാക്ചറിങ്ങിന് ഉപയോഗിക്കുന്ന സംഗതി. ഇവിടെ കടലിടിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ അല്പവും സേഫ് അല്ല ഈ ഭാഗത്ത് നിൽക്കുന്നത്. തിരമാലകളൊക്കെ ഇങ്ങ് എത്തുന്നുണ്ട് നമ്മുടെ അടുത്തേക്ക്. ഈ ഒരു സംഗതിയാണ്, ഈ ഒരു കണ്ടന്റാണ്. കൊച്ചിയിൽ മുങ്ങിയ കപ്പലിലെ കണ്ടെയ്നറിൽ നിന്ന് പുറത്തേക്ക് വന്ന മാലിന്യങ്ങൾ അപ്പോൾ നമ്മുടെ തിരുവനന്തപുരത്ത് വലിയ വേളി വരെ എത്തിയിട്ടുണ്ട്. മാഷ, ഇത് വലിയ വേളിയല്ലേ? വലിയ വേളി ഇതൊക്കെ ഇതല്ലേ നമ്മുടെ കൊച്ചിയിൽ മുങ്ങിയ കപ്പലിന്റെ കണ്ടെയ്നറിലുള്ള അല്ലേ? ശരിക്കും ആണ്. ഈ പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ മാനുഫാക്ചർ ചെയ്യാൻ ഉപയോഗിക്കുന്ന സാധനം. ഇവിടെ നമുക്ക് അറിയാതെ നിൽക്കാൻ പറ്റില്ല. ഇവിടെ സേഫ് അല്ല അല്ലേ? ഇടിഞ്ഞോണ്ടിരിക്കുകയല്ലേ? നിങ്ങൾ കുറച്ചു നേരം വന്നിട്ട് ഇവിടെ വെറുതെ കടലാണ് വന്നതാ? ട്രിപ്പ് വന്നതാണ്. ഇവിടെ കടൽ ഇത് ഇടിഞ്ഞോണ്ടിരിക്കുകയാണ് ഈ മാനത്തട്ട. അല്പം സേഫ് അല്ല. കാരണം തിരികെ പോകുന്ന തിരമാലകൾ നമ്മളെ മരിച്ചോണ്ട് പോകും. അതാ പ്രോബ്ലം. ഇവിടെ ഈ എത്തി ഉണ്ട്. ഇവിടെ നിൽക്കാൻ പറ്റില്ല എന്നുള്ളത് തന്നെയാണ്. You from North India, right? Yeah, we are visitor here. Visiting here. Okay, now the sea is very wild, right? Yeah, definitely. And some particles are here. Yeah. Coming up from the containers. This is very surprised to see this level of water is very high. Very high. Yeah. And expected to be high. Yes. In coming future. Must be. It was there, somewhere there, the sea. Now it is here. അവരെല്ലാം അങ്ങനെ ഈ കടൽ കാണാൻ വന്ന ആൾക്കാരാണ്. അപ്പോൾ പ്രക്ഷുബ്ധമായ കടലിനെ കുറിച്ചാണ് അവർ പറയുന്നത്. നമ്മളിവിടെ വന്നത് ഇതിന് തന്നെ കണ്ടെയ്നർ വരുന്നുണ്ടോ അങ്ങനെയുള്ള അങ്ങ് ദൂരെ എന്തോ കാണുന്നുണ്ട്. സത്യത്തിൽ അത് കണ്ടെയ്നർ ആണോ എന്ന് നമുക്കൊന്ന് പറയാം. വളരെ ദൂരെയാണ് കാണുന്നത്. ഒരുപക്ഷെ ആണ്, കണ്ടെയ്നറിൻ്റെ ഭാഗമാണത്. അപ്പോൾ ഈ വലിയ വേളി ഏകദേശം നമ്മുടെ ശംഖുമുഖം വരെയും ഇത് എത്തിയിരിക്കുന്നു എന്ന് വേണം പറയാൻ. ഇതിൻ്റെ മാലിന്യങ്ങൾ, അതായത് കണ്ടെയ്നറിൽ നിന്ന് വീണ മാലിന്യങ്ങൾ, ഇവിടെയൊന്നും അല്പവും സേഫ് അല്ലാത്ത സ്ഥലങ്ങളാണ്. ഈ ഭാഗത്ത് നിൽക്കാനൊന്നും പാടില്ല. ഒഴുകി നടക്കുന്ന കണ്ടെയ്നറിൻ്റെ ഭാഗം നമുക്ക് ഇവിടെ നിന്ന് കാണാം. പക്ഷെ അത് ഈ ക്യാമറയിൽ കാണാൻ പറ്റില്ല. നമുക്ക് കുറച്ചുകൂടെ വലിയ ക്യാമറ എടുക്കാം. ഇവിടെ ചില ആൾക്കാർ ഇരിപ്പുണ്ട്. നമുക്ക് അവരോട് ചോദിക്കാം. അവർ ഈ ഭാഗത്തുള്ളതാണ്. ചേട്ടാ, കൊച്ചിയിലെ മുങ്ങിയ കപ്പലിന്റെ മാലിന്യം ഇവിടേക്ക് എത്തിയിട്ടുണ്ടല്ലോ? ഇവിടെ എത്തിയിട്ടുണ്ട് സാറേ. ഇവിടെ നിന്ന് ഒഴുകി പോകുന്നുണ്ട്. പിന്നെ ഇവിടെ അതിന്റെ അവശിഷ്ടങ്ങളൊക്കെ ചെറിയ പ്ലാസ്റ്റിക് ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന. പിന്നെ അവിടെ 2 കണ്ടെയ്നർ എത്തിയല്ലേ? അവിടെ കയറി ഒന്ന് കാണാനുണ്ടോ? BSS ഏരിയയുടെ സൈഡാണ് കയറിയത്. വലിയ വേലി. അത് BSS ഭാഗമാണ്. BSS ഭാഗത്താണ്.
ചേട്ടൻ ഇവിടെ ഉള്ളതാണോ? ഇവിടെ ഉള്ള അപ്പോൾ ഇവിടെയുള്ള ആൾക്കാർക്കൊപ്പം ഇപ്പോൾ ഏതാനും ആൾക്കാർ കടലിലേക്ക് പോയിട്ടുണ്ടോ? ആരും പോകത്തില്ല. ഇപ്പൊ ബീച്ചിൽ വന്നവരെല്ലാം നാട്ടുകാരും പോലീസുകാരും വിരട്ടി പോലീസുകാർ വന്ന് ഒരു റൗണ്ട് വിരട്ടിയതുള്ളൂ. കാരണം അവിടെ ഇടിയുന്നുണ്ട്. ഇടിയുന്നുണ്ട് സർ. അവിടെ നിൽക്കാൻ പറ്റില്ല. ക്യാമറ എടുക്കാം. ക്യാമറ എടുത്താലേ കണ്ടെയ്നർ കാണാൻ പറ്റുള്ളൂ. കണ്ടെയ്നർ അതായത് ഈ ഭാഗത്തേക്ക് നമ്മൾ വന്നിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടി വന്നതാണ്. ശരിക്കും ഈ ഭാഗത്ത് കണ്ടെയ്നർ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ സൂം ലെൻസ് ഉപയോഗിച്ച് നമുക്ക് ആ വിഷ്വൽസ് പകർത്താൻ ശ്രമിക്കാം. ഇവിടെയൊക്കെ വിസിറ്റേഴ്സിനെ അനുവദിക്കുന്നില്ല. പോലീസ് 1-2 തവണ വന്ന് ഈ ഭാഗത്തൊക്കെ ആൾക്കാർ വിരട്ടി പോകാൻ പറഞ്ഞു എന്നാണ് പറയുന്നത്. നമ്മുടെ മദ്രാസിൽ നിന്ന് ഒരു ഗ്രൂപ്പ് ആൾക്കാർ നമ്മുടെ ഈ ഭാഗത്ത് കടൽ കാണാനായിട്ട് വന്നിട്ടുണ്ട്. ഇത് ഫസ്റ്റ് ടൈമാ? ഫസ്റ്റ് ടൈം ഇവിടെ വരുന്നത്. உடல் வயல்டா ரொம்ப வைல்டா இருக்கு. ரொம்ப வைல்டா இருக்குல்ல. மட்ராஸில் வந்ததா? சென்னையில. இனி எங்க போற? சங்கமுகம் பீச். சங்கமுகம் அடுத்து தானே? இப்படி போயிடலாமா? இப்படி போக முடியாது. மெயின் ரோட்டிலே போகணும். ഒരു കാര്യം പറയാനുള്ളത്, ഇവിടെ ഈ കോർപ്പറേഷന്റെ വക ഇതുപോലുള്ള ഡസ്റ്റ് ബിന്നുകൾ വെച്ചിട്ടുണ്ട്. ഈ തീരത്ത് ആകമാനം വെച്ചിട്ടുണ്ട്. ശരിക്കും ഇപ്പോൾ ഈ ഡസ്റ്റ് ബിന്നൊക്കെ ഉടനെ തന്നെ കടലെടുത്ത് പോകും. ഒരു സ്ട്രോങ് ആയിട്ട് ഉറപ്പിച്ചിരിക്കുകയാണ്. ഇതിന് അധികം നേരം ഇരിക്കില്ല. ഈ തിരകൾ ഈ ഡസ്റ്റ് ബിന്നൊക്കെ എടുത്തു പോകും. അതിനുമുമ്പ് ഇവിടെ നിന്ന് മാറ്റുന്നതാണ് നല്ലത്. അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ വേണ്ടിയാണ് ഇത് പറയുന്നത്. ഇപ്പോൾ കടൽ ഏകദേശം ഇവിടം വരെ എത്തിയിട്ടുണ്ട്. ഈ തീരത്തെ കടലിൽ ഇടിച്ചുകൊണ്ടിരിക്കുകയാണ്. കണ്ടോ? ഇവിടെയൊക്കെ ഡേഞ്ചറാണ്. ഇവിടെ നിൽക്കാൻ പാടില്ല. പോലീസ് നേരത്തെ വന്ന് എല്ലാവരെയും വിരട്ടി ഓടിച്ചിട്ടുണ്ടായിരുന്നു. കാരണം ഈ ഭാഗത്ത് വന്നിടിക്കുന്ന തിരകൾ ഈ തിട്ടയെ ഇപ്പം ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അപ്പുറത്തേക്ക് വീണ് പോയി കഴിഞ്ഞാൽ ആളങ്ങ് പോകും. അതുകൊണ്ടാണ് ഇവിടെ സുരക്ഷിതമല്ലാത്തതുകൊണ്ട് പോലീസ് ഓട്ടിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ഭാഗത്തുനിന്ന് ആൾക്കാർ കടൽ കാണാൻ വന്നവരെയൊക്കെ. ലീവിൽ നിന്ന് ആ കണ്ടെയ്നർ എൻ്റെ കണ്ണിൽ ശ്രദ്ധയിൽപ്പെട്ട ആ സ്ഥലത്തേക്ക് പോകാം. ഇവിടെ നിന്ന് അതിൻ്റെ വിഷ്വൽസ് എടുക്കുക ബുദ്ധിമുട്ടാണ്. ഇവിടെ ഏകദേശം 1 കിലോമീറ്റർ അപ്പുറത്താണ് ആ കണ്ടെയ്നർ നമ്മൾ ഇവിടെ നിന്ന് കാണുന്നത്. തുമ്പ ബീച്ച് എന്നാണ് പറഞ്ഞത്. ഇവിടെ ന്യൂസിന് ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്നവന് ഇവിടെ എപ്പോഴായിട്ട് അത് കണ്ടേ? ഇത് ഇപ്പോൾ ഒരു 1.5-3 മണിക്കൂറാവും. സൗത്തിൽ നോർത്തിൽ അടിയും ഇപ്പൊ സൗത്തിലിട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നു. ഒഴുകൊണ്ടിരിക്കുക അല്ലേ? അതെ അതെ. സത്യം ഞാൻ വലിയ വേളിയിൽ വെച്ച് കണ്ടതാ. വലിയ വേളിയിൽ വെച്ച് ചെറിയ രീതിയിൽ ഇവിടെ കണ്ടു. അത് ഏത് ഭാഗത്ത് തേടി ഞാൻ ഇങ്ങനെ വരികയായിരുന്നു. അവിടെ നിന്ന് വലിയ വേളിയിൽ ഇങ്ങോട്ട് വരികയായിരുന്നു. ഇത് നേരത്തെ ഒരെണ്ണം നമ്മുടെ ISRO അകത്തോട്ട് വന്നു. നമ്മുടെ റോക്കറ്റ് ലാൻഡിംഗ് സ്റ്റേഷനിൽ അതിനോട് അടുത്ത് വന്നു. അതിന്റെ ഇത് നേരത്തെ പരസ്യം ചെയ്തിരുന്നവർ. പിന്നെ അടുത്ത കണ്ടെയ്നറാണിത്. ഇപ്പൊ 2 കണ്ടെയ്നറാണ് ഈ ഭാഗത്തോട്ട് വന്നത്. അതെ അതെ, രണ്ടാണ് വന്നിരിക്കുന്നത്. ഇതെന്തെങ്കിലും ഓപ്പൺ ആയതാണോ അതോ സീൽഡാണോ? ഈ ഷീൽഡ് അല്ല, ഇതിപ്പോ ഓപ്പണായി അതിന്റെയൊക്കെ ഭാഗങ്ങളൊക്കെ ഇവിടെ കിടക്കയില്ലേ. അതിന്റെ പാക്കേജൊക്കെ കിടക്കുന്നു. നോക്കിയാൽ മതി. കൊടുക്കുന്ന പാക്കേജ് അല്ല? അപ്പൊ പാക്കേജ് കിടപ്പുണ്ട്. നമ്മളിപ്പോ അങ്ങോട്ട് നടന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ കാണിച്ചു തരാം ഇപ്പൊ പാക്കേജ്. അല്ല, ഈ സ്ഥലത്തിന്റെ പേരെന്താ? പള്ളിത്തുറയാണ്. ഓക്കെ. ഇവിടെ എത്തിയിട്ടുണ്ട്. കണ്ടെയ്നർ ഒഴുകി നീങ്ങിക്കൊണ്ടിരിക്കുക. ഓപ്പണല്ലേ? അത് ഓപ്പണായിട്ട് നിൽക്കുന്നുണ്ട്. ഈ പ്ലാസ്റ്റിക് ഐറ്റംസ് എല്ലാം പ്ലാസ്റ്റിക് ഐറ്റംസ് അങ്ങനെ പോവുകയാണ്. ഒഴുക്കിലോട്ടാണ് ഇഷ്ടംപോലെ ചാക്കുകളാണ് ഈ കിടക്കുന്നത്. ഇതിപ്പോ ഒരു കണ്ടെയ്നറാ? അതെ അതെ. മറ്റൊരു കണ്ടെയ്നർ ഓപ്പൺ കണ്ടെയ്നറാണ്.
കൊച്ചിയിൽ ചരിഞ്ഞു മുങ്ങിപ്പോയ ആ കപ്പലിൽ നിന്ന് വന്ന കണ്ടെയ്നറുകളാണ് ഇപ്പോൾ ഇവിടെ എത്തിയത്. തിരുവനന്തപുരത്ത് പള്ളിത്തുറയാണ് ഈ സ്ഥലം. ഇവിടെ ഈ തീരത്ത് ഒരുതരം ക്രിസ്റ്റലുകൾ, കെമിക്കൽ നിറയെ ഉണ്ട്. ഒരു പ്രധാനപ്പെട്ട മാധ്യമത്തിൽ നൽകുന്ന അഭിമുഖത്തിൽ ഒരു ശാസ്ത്രജ്ഞൻ ഇത് കാൽസ്യം കാർബണേറ്റ് ആണ് എന്നാണ് പറയുന്നത്. അതാണെന്നുണ്ടെങ്കിൽ അത് വളരെ അപകടകരമായ സംഗതി തന്നെയാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. വർക്കല, വലിയവേളി, അങ്ങനെ ശംഖുമുഖം, വിഴിഞ്ഞം വരെ ഈ തീരത്തെ ഒന്നാകെ ഈ കപ്പലിൽ മുങ്ങിപ്പോയ കണ്ടെയ്നറുകൾ ഒക്കെ തീരത്ത് അടിഞ്ഞുണ്ടാകുന്ന മാലിന്യങ്ങൾ നിക്ഷേപിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. എനിക്കും സാധാരണ ജനങ്ങളെ പോലെ തന്നെ ഉത്കണ്ഠയുണ്ട്. ഇതിൽ നിന്ന് ഇനി നമ്മൾ ഈ മത്സ്യവിഭവങ്ങളെ എങ്ങനെയാണ് വിശ്വസിച്ച് ആഹാരമാക്കുക എന്നതിനെക്കുറിച്ചൊക്കെ ഓർക്കുമ്പോൾ. ശരി, അടുത്ത വീഡിയോ നമുക്ക് കാണാം.